രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഇന്നുണ്ടാകുമോ അതോ വിധി വേറെ ദിവസത്തേക്ക് റിസർവ് ചെയ്യുമോ എന്നുള്ള ഒരു സംശയം ഇപ്പോൾ വരുന്ന കാര്യം. ഇപ്പോൾ ഒരു മണിക്കൂറിന് മുകളിലേക്ക് എത്തുന്നു അടച്ചിട്ട മുറിയിലെ ആ വാദപ്രതിവാദങ്ങൾ തുടങ്ങിയിട്ട്. ശക്തമായ വാദങ്ങൾ തന്നെ പറയുകയാണ്. പ്രോസിക്യൂഷൻ വാദിക്കുന്നത് ബലാത്സംഗം നടന്നു, റേപ്പ് നടന്നു എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. ഗർഭഛിദ്രം നടന്നു എന്ന് വാദിക്കുന്നു പ്രോസിക്യൂഷൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്ഥിരം കുറ്റവാളിയാണ്, ഇയാളെ പുറത്തേക്ക് വിട്ടാൽ തെളിവ് നശീകരണത്തിലേക്ക് പോകും എന്ന ശക്തമായ വാദം പ്രോസിക്യൂഷൻ മുന്നോട്ടേക്ക് വെക്കുമ്പോൾ ഇതൊരു രാഷ്ട്രീയ പ്രേരിത കേസാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വാദിക്കുന്നു. നടന്നത് ഉഭയസമ്മത ലൈംഗിക ബന്ധമാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകൻ വാദിക്കുന്നു. ഈ പറഞ്ഞ ഗർഭഛിദ്രം അതിനുള്ള ഗുളിക യുവതി തന്നെ ആവശ്യപ്പെട്ട് വാങ്ങിയതാണ്, ഏതെങ്കിലും തരത്തിൽ നിർബന്ധിതമല്ല എന്ന് തെളിയിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകൻ വാദിക്കുന്നു. സ്വർണ്ണക്കൊള്ള, ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിലേക്ക് വാദത്തിന്റെ രൂപത്തിൽ വരുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അവിടെ അതിനിർണായകമായ വാദങ്ങൾ പുരോഗമിക്കുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അതിശക്തമായ വാദപ്രതിവാദങ്ങൾ അതിന്റെ ഒരു ഘട്ടത്തിലാണ് ആ വാദങ്ങൾ ഇടയ്ക്ക് വെച്ചൊന്ന് മുറിച്ചുകൊണ്ട് ഈ ഡീറ്റെയിൽ രേഖകൾ പരിശോധിക്കണം എന്ന് കോടതി ഒരു നിലപാട് സ്വീകരിച്ചത്. പ്രോസിക്യൂഷനും രാഹുൽ മാങ്കൂട്ടത്തിലും വളരെ വിശദമായ ഡീറ്റെയിൽ രേഖകൾ ഇതിനോടകം തന്നെ സമർപ്പിച്ചു കഴിഞ്ഞു. കോടതി ടേബിൾ ചെയ്തിട്ടുണ്ട് കോടതിയിൽ. അതിപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരിശോധനയുടെ ഫലം നിർണായകമാണ് എന്ന് തന്നെ പറയാം. അതൊരു പക്ഷേ ഈ മുൻകൂർ ജാമ്യം രാഹുലിന് നൽകണോ വേണ്ട എന്ന തീരുമാനത്തെ സ്വാധീനിക്കാൻ പോകുന്ന ഒരു പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ തുടരുന്നു. ഷഫീദ്, ഈ ഡീറ്റെയിൽ രേഖാ പരിശോധന എത്ര സമയം നീളും എന്നാണ് മനസ്സിലാക്കേണ്ടത്? ഷഫീദ്. കൃത്യമായ ഉത്തരമില്ല. കാരണം കോടതിക്ക് മുൻപിലേക്ക് എത്തിയിരിക്കുന്ന ഡിജിറ്റൽ രേഖ അത് പരമാവധി പരിശോധിക്കുകയാണ് കോടതി ഇപ്പോൾ ലക്ഷ്യം വെക്കുന്ന കാര്യം. മാത്രമല്ല, ഈ കേസ് അന്വേഷണത്തിൽ കേസിന്റെ തുടർന്നുള്ള കോടതി വ്യവഹാരങ്ങളിലൊക്കെ ഏറ്റവും നിർണായകമായി മാറാൻ പോകുന്നത് ഈ ഡിജിറ്റൽ രേഖകൾ തന്നെയാണ്. ഈ ഡിജിറ്റൽ രേഖകളാണ് ഈ കേസിന്റെ തുടരന്വേഷണത്തിലും നിർണായകമാവുക. അപ്പോൾ ആന്റിസിപ്പേറ്ററി, അതായത് മുൻകൂർ ജാമ്യം പരിഗണിക്കുമ്പോൾ ഈ ഡിജിറ്റൽ രേഖ കോടതി പരിശോധിക്കുന്നു എന്ന് പറയുന്നത് സ്വാഭാവികമായും ഈ കേസിന്റെ ഗൗരവം കോടതി ആ വിധത്തിൽ കാണുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദങ്ങൾ അത് ഒരേ അർത്ഥത്തിൽ, ഒരേ തലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പലവിധ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഏതെങ്കിലും തരത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിന്റെ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം സംസ്ഥാനത്തിന് പുറത്തേക്കാണെന്നുള്ള പ്രോസിക്യൂഷന്റെ വാദത്തിന് കൗണ്ടറായി പ്രതിഭാഗം വെച്ചത് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഏത് അന്വേഷണവുമായി സഹകരിക്കാനും പ്രതി തയ്യാറാകും, ആ ഉറപ്പ് അഭിഭാഷക നിലയിൽ താൻ നൽകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് ശാസ്തമംഗലം അജിത് കുമാർ കോടതിയിൽ വാദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. നമ്മൾ വിചാരിച്ചത് ഒരു ഡീറ്റെയിൽഡ് പരിശോധനയിലേക്ക് കോടതി ഈ ഘട്ടത്തിൽ പോകില്ല, പകരം പോലീസ് റിപ്പോർട്ടിന്റെ, അല്ലെങ്കിൽ ആസ് പെർ പോലീസ് റിപ്പോർട്ട് അത് കോടതി മുഖവിലേക്ക് എടുക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അത് അങ്ങനെയല്ല. ഇതിന്റെ എല്ലാവിധത്തിലുള്ള വശങ്ങളും കോടതി പരിശോധിക്കുന്നു. നിർണായകമായ വാദം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.